ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോ തന്റെ കൈകളും വിലാവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇതാ എന്നെ അയച്ച പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള ഒരു തിരുനാളാണ് പെസഹ. എന്നാൽ പഴയ പെസഹയിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയത്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു തിരുനാളാണ് പെന്തക്കോസ്താ തിരുനാൾ. പഴയ നിയമത്തിലും പെന്തക്കോസ്താ തിരുനാളുണ്ട്, പുതിയ നിയമത്തിൽ അത് വേറൊരു അർത്ഥത്തിലുമാണ്. ഇത് തങ്ങളിൽ സമാനതകളുണ്ട്. പഴയ നിയമത്തിലെ പെന്തക്കോസ്താ എന്ന് പറഞ്ഞാൽ, പെന്തക്കോസ്താ എന്ന വാക്കിന്റെ അർത്ഥം 50-ാം ദിനത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. 50-ാം ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ ഇസ്രായേൽ ജനം മരുഭൂമി ഈജിപ്തിൽ നിന്ന് പെസഹ ആചരിച്ച് വിമോചിതരായി കഴിഞ്ഞ് 40 ദിവസം കൊണ്ടാണ് സീനായി മലയുടെ ചുവട്ടിൽ വരിക. 40-ാമത്തെ ദിവസം മോശ സീനായി മലയുടെ മുകളിലേക്ക് ഉയർന്നുപോയി. ഇതുപോലെ ഈശോ നമ്മുടെ വിമോചനത്തിന് വേണ്ടി മരിച്ച് ഉദ്ധാനം ചെയ്ത ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ സഭയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്യുന്നു. 40-ാം ദിവസം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, മോശ സീനായി മലയുടെ മുകളിലേക്ക് പോയതുപോലെ. വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് മോശ സീനായി മലയുടെ മുകളിൽ ചെന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ 50-ാം ദിവസമായി. അന്ന് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നലും വലിയ അഗ്നിയും പുകയും ബഹളങ്ങളെല്ലാം ഉണ്ടായി. അതിനുശേഷം ദൈവം ആ മലയുടെ താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ വെച്ച് ദൈവം 10 കൽപ്പനകൾ നൽകിക്കൊണ്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ഒരു പുതിയ ജനതയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ഇസ്രായേൽ ജനതയെ രൂപപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൽപ്പനകളിൽ അവർക്ക് എക്കാലവും പാലിക്കേണ്ട 10 കൽപ്പനകൾ എഴുതി കൊടുക്കുകയാണ്. അതിന് സമാനമായിട്ട് ഈശോ ഉദ്ധാനം ചെയ്ത ശേഷം പ്രാർത്ഥനാനിരതരായിരുന്ന ഈ ശിഷ്യന്മാരുടെ മേല് അവിടെ വലിയൊരു ഭൂമികുലുക്കവും ബഹളമെല്ലാം ഉണ്ടായി. ആ പെന്തക്കോസ്താ തിരുനാൾ, പഴയ പെന്തക്കോസ്താ തിരുനാൾ ആചരിക്കാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന തീർത്ഥാടന തിരുനാളാണ്. അതിനുവേണ്ടി ജെറുസലേമിൽ വന്നിരിക്കുന്ന ജനങ്ങളെല്ലാം അറിഞ്ഞു, എന്തോ ബഹളം നടക്കുന്നു, എന്തോ ഭൂമികുലുക്കം, വലിയ ഇതെല്ലാം കണ്ട് അവർ ഈ ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ സീനായി മലയുടെ മുകളിലുണ്ടായ അഗ്നിവർഷം പോലെ ഇവിടെ അപ്പസ്തോലന്മാരുടെ മേൽ വ്യത്യസ്ത തീനാവുകളുടെ രൂപത്തിൽ അഗ്നി വന്ന് അവരുടെ മേൽ ഇറങ്ങുകയാണ്. ആ അഗ്നി വരുമ്പോൾ അവരിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. പഴയ ഉടമ്പടിക്ക് അവരുടെ കൽപ്പനകളിൽ എഴുതപ്പെട്ട കൽപ്പനകൾക്ക് പകരമായിട്ട് സ്നേഹത്തിന്റെ കൽപ്പന അവരുടെ ഹൃദയങ്ങളിൽ എഴുതുകയാണ്. തീക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീയെ നശിപ്പിക്കാം, പുനർജന്മം നൽകാം, അതുപോലെ തന്നെ ശുദ്ധീകരിക്കാം, ഏത് ഷേപ്പിലേക്ക് മാറ്റുവാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ പഴയ ആഭരണങ്ങളെല്ലാം കൊണ്ടുപോയി തട്ടാൻ്റെ കയ്യിൽ, ഗോൾസ്മിത്തിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? അവർ വളരെ ചൂടുകയറിയ തീക്കകത്തിട്ട് അത് കുറെ നേരം അഗ്നിയിലായി കഴിയുമ്പം അത് ഉരുകും. അപ്പോൾ അത് വന്നിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം, ഇപ്പോൾ വളയോ കമ്മലോ കുണുക്കോ ഒക്കെ ആണെങ്കിൽ അതിലൊക്കെ ചെളി ഉണ്ടാവും. അപ്പൊ അതെല്ലാം, ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോകും. പക്ഷെ സ്വർണം അല്പം പോലും കുറയുകയില്ല. അത് കാരണം മറ്റുള്ള അതുപോലെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ അത് ഉരുകിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ നമുക്ക് വേണ്ട ഷേപ്പിൽ മാലയോ അല്ലെങ്കിൽ മോതിരമോ ഏത് ഷേപ്പിലേക്ക് വേണേലും അതിനെ മാറ്റുവാൻ സാധിക്കും. ഏതാണ്ട് ഈ അഗ്നിയുടെ പ്രത്യേകത ഏതാണ് എങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് തീനാവുകളിലൂടെ വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ്, നമ്മുടെ പാപങ്ങൾ എല്ലാം മാലിന്യങ്ങൾ എടുത്തു മാറ്റുന്നു, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. കർത്താവിന്റെ വചനം സ്വീകരിക്കുവാനും ആ കർത്താവിന്റെ വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും ആ വചനത്തിന്റെ പ്രഘോഷകരായി മാറുവാനുള്ള ധൈര്യം, അതാണ് അപ്പസ്തോലന്മാർക്ക് അതിലൂടെ നൽകിയത്. അതുകൊണ്ട് അവരെ പുതിയതായി രൂപാന്തരപ്പെടുത്തുന്നു. ഇവിടെ സീനായി മലയിൽ വെച്ച് അവർ കർത്താവ് ഇറങ്ങി വന്ന് കൽപ്പനകൾ കൊടുത്തുകൊണ്ട് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ച് ഒരു പുതിയ
ജനതയെ, ദൈവത്തിന്റെ സ്വന്തം ജനതയായി ഇസ്രായേലിനെ സ്ഥാപിച്ചെങ്കിൽ പെന്തക്കോസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ വരുമ്പോൾ അവിടെ ഒരു പുതിയ ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയാണ്. അതാണ് സഭ. ആ സഭയുടെ ഉദ്ഘാടനമാണ്, ആരംഭമാണ് ഈ പെന്തക്കോസ്താ തിരുനാളിൽ നടക്കുക. അപ്പൊ അതുകൊണ്ട് അവരിൽ വലിയ മാറ്റം വന്നു. അന്ന് വരെ ഭയങ്കരരായിരുന്ന അവള് ഇതാ പുതിയ സഭയായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കൂടിയ ജനങ്ങളുടെ അടുക്കിലേക്ക് ചെന്ന് നമുക്ക് മാർപ്പാപ്പ ചിലപ്പോൾ സ്ഥാനാരോപണം ചെയ്ത് കഴിയുമ്പോൾ ജനതയോട് മുഴുവൻ സംസാരിക്കും. അല്ലെങ്കിൽ ഒരാൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളോട് മുഴുവൻ സംസാരിക്കുന്നത് പോലെ ഇവിടെ ഈ അപ്പോസ്തലന്മാരുടെ നേതാവായ പത്രോസ് അവരോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴും ഒരു അത്ഭുതം നടക്കുകയാണ്. ആ അത്ഭുതം എന്ന് പറയുന്നത് ഈ അരമായ ഭാഷ, അതായത് പഴയ ഹീബ്രു ഭാഷയുടെ പുതിയതാണ് അരമായ ഭാഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അരമായ ഭാഷയും ഹീബ്രു ഭാഷയുമാണ് അവർക്ക് അറിയാവുന്നത്. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്നവർക്ക് പല ഭാഷക്കാരാണ്. എങ്കിൽ പോലും പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഇവർക്കെല്ലാം ആ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന് സമാനമായിട്ട് ഇതിനായിട്ട് വേറൊരു സംഭവമുണ്ട്. അതായത് നോഹയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ജനങ്ങളെ മുഴുവനും ഇതുപോലെ ഒന്ന് നവീകരിച്ചു, ഭൂമി മുഴുവൻ ഒന്ന് കഴുകിയെടുത്തു. അതായത് മഹാജലപ്രളയത്തിലൂടെ 8 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. നോഹയും അദ്ദേഹത്തിന്റെ ഭാര്യയും, ഷെം, ഹാം, ജാഫത്ത് എന്ന് പറയുന്ന 3 ആൺമക്കള്, അവരുടെ 3 പേരുടെയും ഭാര്യമാര്, അങ്ങനെ 8 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവർ അവിടെ നിന്ന് ഇറങ്ങി കൽദായ ദേശത്ത് വന്നു, ബാബിലോൺ എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് വന്ന്. പക്ഷേ ജനത്തോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി വ്യാപിച്ച് എങ്ങും ജനതകൾ ഉണ്ടാകണം. പക്ഷെ അവർ അത് ധിക്കരിച്ചുകൊണ്ട് അവര് ഒന്നുചേർന്ന് തന്നെ സംഘടിച്ച് നിന്നുകൊണ്ട് ദൈവത്തോട് മത്സരിച്ചുകൊണ്ട് ഇനി ദൈവത്തോട് ജലപ്രളയം ഉണ്ടായാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഗോപുരം നിർമ്മിച്ച് അവര് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്ന് അവരെ ചിതറിച്ചു. അപ്പോൾ അവരുണ്ടാക്കിയ ഗോപുരം തകരുകയാണ്. ആ ജനതകളെ 70 ദേശങ്ങളായിട്ട് 70 ഭാഷകളായിട്ട് മാറ്റുകയാണ്. അങ്ങനെ ആ ജനതകളെ പല ഭാഷകളായി പല ജനതകളായി മാറ്റിയെങ്കിൽ ഇവിടെ ഈ പെന്തക്കോസ്താ തിരുനാളിൽ നേരെ മറിച്ച് വിവിധ ദേശങ്ങളിൽ വന്ന അല്ലെങ്കിൽ 70 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, അതായത് ഈ പിൽഗ്രിമേജ് ഫീസ്റ്റ് പങ്കെടുക്കാൻ വേണ്ടി വരുന്ന വിവിധ ദേശക്കാരായ ആളുകൾ വരുമ്പോൾ അവരെ അവിടെ ആത്മാവിന്റെ ചൈതന്യത്തിലെ ഒരു സഭയുടെ അംഗങ്ങളായി മാറ്റുകയാണ്. അതുപോലെ തന്നെ ആ ഭാഷകൾ ചിതറിക്കപ്പെട്ടെങ്കിൽ ഇവിടെ ഒരേ ഭാഷയിൽ സംസാരിക്കുമ്പോൾ വ്യത്യസ്ത ഭാഷക്കാർക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് പിന്നീട് അവിടെ വെച്ച് 3000 പേര് ജ്ഞാനസ്നാനപ്പെടുകയാണ്. ഇനി അതിനുകൊണ്ട് വേറൊരു സംഭവം, അതായത് പഴയ നിയമത്തില് ഈ മോശ കൽപ്പനകളൊക്കെ വാങ്ങിച്ച് ജനങ്ങളുമായിട്ടുള്ള ഉടമ്പടിയൊക്കെ ചെയ്തു. അതിനുശേഷം മോശ വീണ്ടും മലയുടെ മുകളിലേക്ക് പോയി. സീനാ മലയുടെ മുകളിൽ പോയിട്ട് 40 ദിനരാത്രങ്ങൾ ദൈവത്തോട് കൂടെ ആയിരിക്കുകയാണ്. അങ്ങനെ 40 ദിവസം വെറും പാറക്കെട്ടിൽ മാത്രം, അവിടെ ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക? സ്വർഗത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആർക്കും വെള്ളം വേണ്ട, ആഹാരം വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഈശോയിൽ 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതുപോലെ തന്നെ അവിടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ മോശ ഒരു പ്രത്യേക സ്വർഗീയ അനുഭൂതിയിലാണ്. പക്ഷെ താഴെ നിൽക്കുന്ന ജനതയ്ക്ക് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് 40 ദിവസമായിട്ട് മലയുടെ മുകളിലേക്ക് പോയി അവന് ഇത് വിശുദ്ധ മലയാണ്, അതിന് മുകളിലേക്ക് കയറാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം മരിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ നമ്മളെ ഈ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഈ ദൈവം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, അത് ഈജിപ്തിലെ കാളക്കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് മോശയുടെ സഹോദരനായ അഹ്റോനോട് നിർബന്ധം പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവം വേണം, ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മോശ അങ്ങനെ മുന്നോട്ട് പോയി. അവനെ എനിക്ക് കാണുന്നില്ല, അവനിക്കുവാറും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ നിർബന്ധം കൊണ്ട് ദൈവം അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇത്രയും നാൾ ഈജിപ്തുകാരുടെ അടിമകളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈജിപ്തുകാരോട് അവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കട ചോദിക്കണം. ഞങ്ങൾ മരുഭൂമിയിൽ പോയി ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ആഭരണങ്ങളൊക്കെ വേണം. അങ്ങനെ ഈ ആഭരണം ഇട്ട് ആരാധിച്ച് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള മനോഭാവം ദൈവം അവർക്ക് കൊടുത്തു. അങ്ങനെ അവരെ പറ്റിച്ചുകൊണ്ട് പോകുന്ന സ്വർണ്ണം ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവരും പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ അതെല്ലാം ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഞാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാം. അങ്ങനെയാണ് അവരെല്ലാം അവരുടെ ആഭരണങ്ങൾ ഉരുക്കി കൊടുത്തു. അതെല്ലാം ഉരുക്കിയെടുത്ത് അദ്ദേഹം ഒരു കാളക്കുട്ടിയെ, സ്വർണ്ണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയുടെ വിഗ്രഹം ഉണ്ടാക്കി അവർ ആരാധിച്ചു. അത് ദൈവത്തിന്റെ കോപത്തിന് ഇരയായി. അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, ഇതാ നീ നാടോട്ട് ഇറങ്ങിച്ചേല്, അവര് നിന്റെ സഹോദരന്റെ നേതൃത്വത്തിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് ഈജിപ്തിന്റെ ദൈവമായ കാളക്കുട്ടിയെ ആരാധിക്കുകയാണ്. അങ്ങനെ മോശയ്ക്ക് ദേഷ്യം വന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ വലിയ ആഘോഷം നടക്കുകയാണ്. അത് ആഘോഷം എന്ന് പറഞ്ഞാൽ അവിടെ ലൈംഗികമായ പാപങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷമാണ് അവിടെ നടക്കുക.
അവിടെ മോശ ആ ദേഷ്യത്തിലെ കൽപ്പലകൾ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവരോട് പറഞ്ഞു, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറുള്ളവര് ഇങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ ലേവി വംശജരായ ലേവിയുടെ വംശത്തിൽപ്പെട്ടവരാണ് മോശയും അഹരോനും, അവർ മാത്രം മാറി നിന്നു. ബാക്കിയുള്ളവരെല്ലാം മോശ എതിർത്ത് അവിടെ നിന്നു. അപ്പോഴാണ് ഈ ലേവി വംശജരുടെ നേതാക്കന്മാരോട് പറഞ്ഞു അവരുടെ നേതാക്കന്മാരെ കൊണ്ട് കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ 3000 പേരെ വധിച്ചു അവരുടെ നേതാക്കന്മാർ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ പത്രോസിന്റെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നേരെ മറിച്ച് 3000 പേര് ദൈവത്തിന്റെ കൂടെ കൂടുകയാണ്. അതാണ് വരുന്ന വലിയൊരു കോൺട്രാസ്റ്റ്. ഇനി പരിശുദ്ധാത്മാവ് വന്ന് ഈ അപ്പസ്തലന്മാരുടെ മേൽ അവരെ പ്യൂരിഫൈ ചെയ്യുന്നു, അവരുടെ പാപങ്ങൾ മോചിക്കുന്നു, അവരെ ഒരുക്കി മറ്റൊരു ഷേപ്പിലേക്ക് ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ പുതിയ ഒരു സഭയ്ക്ക് രൂപം കൊടുക്കുന്നു. നമുക്കറിയാം, ചില സമയത്ത് വലിയൊരു അഗ്നി ഉണ്ടായി ഒരു ഫോറസ്റ്റ് മുഴുവൻ കത്തിപ്പോയാൽ അതുകൊണ്ട് ഫോറസ്റ്റ് ഇല്ലാതാകുകയില്ല. ആ പഴയ കുറ്റിച്ചെടികളും എല്ലാം നശിച്ചിട്ട് പുതിയ മരങ്ങൾ ഉണ്ടായി വരും. നമുക്കറിയാം, വിന്റർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരയും ചാമ്പയും വാഴയും ഒക്കെ വീണ്ടും കിളർത്തി കയറാൻ തുടങ്ങി, നല്ല ഒന്നുകൂടെ കരുത്തോടെ എന്ന് പറഞ്ഞതുപോലെ ഇത് നശിപ്പിച്ചാലും അത് വീണ്ടും പുനർജനിക്കും. അതുകൊണ്ട് പഴയ ഇസ്രായേലിനും പഴയ യെരൂശലേം ദേവാലയം ഒക്കെ നശിപ്പിച്ചു. അതിന് പകരം പുതിയ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ഒരു പുതിയ സഭയെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ അഗ്നിയിൽ ഉണ്ടാകുന്ന ആ ചൂട്, അതുപോലെ തന്നെ പ്രകാശം, അത് പുതിയൊരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. അന്ന് വരെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ പൂർണ്ണമായി ഗ്രഹിക്കാതിരുന്ന അപ്പസ്തലന്മാർക്ക് ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും, അവൻ വന്നു കഴിയുമ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അതാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച ഭാഷാവര്, അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നപ്പോൾ മുമ്പ് ഈ 3000 പേര് മാനസാന്തരപ്പെട്ടവർ പല രാജ്യങ്ങളിലേക്ക് പോയി അവർ പ്രാർത്ഥന കൂട്ടായ്മകൾ നടത്തി. അങ്ങോട്ട് പിന്നെ അപ്പസ്തലന്മാര് ഈ യഹൂദ സമൂഹങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മക്കാർ അവരെ സ്വാഗതം ചെയ്യുകയും അവിടെ വചനം പ്രസംഗിക്കുവാൻ അവർക്ക് എളുപ്പമായി തീരുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് പുതിയ ഭാഷകളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭാഷ എന്താണ്? സ്നേഹത്തിന്റെ ഭാഷയാണ്. അമ്മയ്ക്ക് കുഞ്ഞിന്റെ ഭാഷ, കുഞ്ഞിന് അമ്മയുടെ ഭാഷ അറിയാം, അവർ തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ല. അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. ഉമ്മ കൊടുക്കുമ്പോൾ കുഞ്ഞിനെ പരിചരിക്കുമ്പോൾ കുഞ്ഞിനറിയാം എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ്. അത് അമ്മയാണോ പ്രസവിച്ചതാണോ ഇതൊന്നും കുഞ്ഞിന് അറിയാൻ പാടില്ല. ഒരു പാവപ്പെട്ട മനുഷ്യനെ നമ്മളൊരു പുഞ്ചിരിയോടുകൂടി ഒരു സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. ഭാഷ അറിയണമെന്നില്ല. അപ്പൊ അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹത്തിന്റെ ഭാഷയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ഹൃദയത്തിലാണ് പരിശീലനം നടക്കേണ്ടത്. ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മുടെ ഹൃദയങ്ങളിലാണ് എഴുതപ്പെടേണ്ടത്. അതുകൊണ്ട് ആത്മാവിന്റെ ആ പ്രചോദനത്താൽ മറ്റുള്ളവരോട് സാക്ഷ്യം വഹിക്കുവാനും മറ്റുള്ളവരോട് വചനം പങ്കുവയ്ക്കുവാനും മറ്റുള്ളവർക്കുമായി ദൈവം തരുന്ന കൃപകളെ പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മാമോദീസായിലൂടെ നമ്മൾ സഭയിൽ അംഗമായി ജലത്താൽ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. സൈതലേപനം എന്ന ഉദാശയിലൂടെ നമ്മുടെ കർത്താവിന്റെ ആത്മാവിനെ പ്രത്യേകമായ വിധത്തിൽ സ്വീകരിച്ചിട്ട് കർത്താവിന്റെ ആ ശുശ്രൂഷയിൽ അപ്പസ്തലന്മാരെ പോലെ നമ്മൾ പങ്കുചേരുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സ്വീകരിച്ച ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള വിജാതീയരായ ആളുകൾ പോലെ ആകരുത്. അവർ കടം ചോദിക്കുന്നവർ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കടം കൊടുക്കും. അങ്ങനെ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരെ മാത്രം അവർ സ്നേഹിക്കും. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കണം. നിങ്ങൾക്ക് തിരിച്ചിട്ടാൻ പറ്റാത്തവർക്ക് നിങ്ങൾ ദാനം ചെയ്യണം. നിങ്ങളെ വിരുന്നിനെ ക്ഷണിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾ വിരുന്ന് കൊടുക്കണം. അപ്പൊ അങ്ങനെ ആ സ്നേഹത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.